എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നല്ലൊരു മഴക്കാരുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ടാന്ന് തോന്നുന്നു ഈ നടന്മാരൊക്കെ മേക്കപ്പ് ഇല്ലാതെ വരുമ്പോഴത്തെ ഒരു ലുക്കായി വീടിന്. സാധാരണ കാണുമ്പോൾ നല്ല ഷൈനിങ് ആണ് കേട്ടോ. എന്തായാലും ഒരു ഗൾഫ് മലയാളി പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ്. നല്ല ക്വാളിറ്റിയിൽ ബെസ്റ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അവിടെ തന്നെ സെറ്റിൽ ആവുള്ള ഒരു പ്ലാനിങ് ആണ്. അത് കാരണം കൊണ്ട് ഇവിടെ ഇതിങ്ങനെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് നല്ലൊരു പാർട്ടി വന്ന സെയിൽ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആണ്. നല്ല ക്വാളിറ്റി കേട്ടോ. അടിപൊളി ക്വാളിറ്റിയിലാണ് വീട് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയറൊക്കെ വേറെ ലെവലാക്കിയിട്ടുണ്ട്. എവർഗ്രീൻസ് ഒരു ഷൈനിങ് ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ആംഗിളിലും നോക്കുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിൽ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നമുക്കിത് 5 സെൻറ്റായിട്ടും 10 സെൻറ്റായിട്ടും നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാം. 5 സെൻറ്റിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 4 കാറ് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇനി അകത്തേക്ക് വരുമ്പോൾ വലിയൊരു ലിവിങ് ഹാള്, അവിടുത്തെ സീലിങ്ങിലെ വർക്കൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അതാ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ഹാളിൽ കൂടെ പോകുമ്പോൾ സൈഡിലായിട്ട് ഒതുങ്ങി ആരും കാണാണ്ട് ഇങ്ങനെ അതാ വലിയൊരു ഡൈനിങ് ഏരിയ നിൽക്കുന്നുണ്ട്. നല്ലൊരു ഹാൻഡ് വാഷ് ഏരിയ ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലാസ് ഡോറുള്ള വലിയ ഒരു കിച്ചൺ, നല്ല വുഡൻ ഫിനിഷിങ്ങിലുള്ള ഒരു നല്ല ഗ്രിപ്പുള്ള ഒരു ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കളർഫുള്ളായിട്ടുള്ള കബോർഡുകൾ, നല്ല വാൾ ടൈല്, വലിയ നല്ല കനത്തിലുള്ള ഗ്രാനൈറ്റ് സ്ലാബുകളൊക്കെ ആയിട്ട് സെറ്റാണ്. ഒരു വർക്ക് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. വീടിൻ്റെ 2 സൈഡിലും ഇപ്പുറത്തും നല്ല സ്പേസ് വരുന്നുണ്ട്. അവിടെ കൊടംപുളി മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന നല്ലൊരു കുഞ്ഞ കിണർ, ഇഷ്ടം പോലെ വെള്ളമാണ് കേട്ടോ. ഇനി വീടിൻ്റെ അകത്തേക്ക് വീണ്ടും നമുക്ക് പോയിട്ട് ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ താഴെ 2ഉം മുകളിൽ 1ആയിട്ട് 3 സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണുള്ളത്. എല്ലാ ബെഡ്റൂമിലും സീലിംഗ് വർക്കും വാർഡ്രോബും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂംസൊക്കെ കലകിയുണ്ട് കേട്ടോ. നല്ല ഗ്രിപ്പുള്ള താഴത്തെ ഒരു ഫ്ലോറിങ്, അതുപോലെ തന്നെ എല്ലാ ഭാഗവും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെയർ ഏരിയ ബ്യൂട്ടിഫുൾ, നല്ലൊരു ബാൽക്കണി വ്യൂ, ബാക്കിലൊരു ഓപ്പൺ ടെറസ് ഏരിയ വരുന്നുണ്ട്. അതിൻ്റെ ടോപ്പിലും സ്പേസ് വരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ജസ്റ്റ് ഒരു 15 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് പാണഞ്ചേരി പഞ്ചായത്ത്, അതായത് ഏറ്റവും അടുത്ത് പറയാവുന്നത് മണ്ണുത്തിയും അതുപോലെ തന്നെ പട്ടിക്കാടുമാണ്. ഹൈവേന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ 300 മീറ്റർ വരുന്നുള്ളൂ. നല്ല ഏരിയ. 5 സെൻറ്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്നത് 54 ലക്ഷമാണ്. അതുപോലെ 10 സെൻറ്റും വീടാകുമ്പോൾ 72 ലക്ഷം. വളരെ നല്ല ഏരിയ, ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുക. നല്ല വീടാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു ദിവസം ആവട്ടെ. ടേക്ക് കെയർ.